ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഷെയറിംഗ് എക്സ്പീരിയൻസ് രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളുടെ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സീരീസ് ഓഫ് ലെക്ചേഴ്സിലാണല്ലോ. ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിൽ 1070 കൂടുതൽ വീഡിയോസ് ലഭ്യമാണ്. എന്നാൽ അത് രണ്ടും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ 2020-21 വർഷത്തെ ഫോക്കസ് പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 2022 പരീക്ഷയാണ് ഇനി വരുന്നത്. ആ പരീക്ഷയുടെ ഫോക്കസ് പോയിന്റ് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ഏരിയയിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടാത്തതും, എന്നാൽ അത് എന്ന് പറയുമ്പോൾ ഇനി 2022 പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉൾപ്പെട്ടേക്കാവുന്ന ഏരിയാസിൻ്റെ അതും കൂടെ ആഡാവുമ്പോൾ ആ മേഖല മൊത്തം കവറിങ് ആവും. ആ മൊത്തം നമുക്ക് അതിനെ ഉൾപ്പെടുത്താൻ കഴിയും. ഹയർ സെക്കൻഡറിയുടെ മൊത്തം 11-12 ക്ലാസ്സിലെ മൊത്തം വീഡിയോസ് നമ്മുടെ ചാനൽ ലഭ്യമാകും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന ചാനൽ മുന്നോട്ട് നീങ്ങുന്നത്. അതിനുമുമ്പ് പതിവ് പോലെ എല്ലാവരും ഈ ചാനൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഈ എളിയ ഉദ്യമത്തിന് നിങ്ങളുടെ വിലയേറിയ പിന്തുണയും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ നമ്മൾ തുടങ്ങി ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടുത്ത ഒരു ഘട്ടമാണ്. അതായത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ സാമ്പത്തിക പരമായിട്ടുള്ള പുനഃസൃഷ്ടിക്കായി, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുനഃസൃഷ്ടിക്കായി സ്വതന്ത്ര ഭാരതത്തിൽ നാം പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ആ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ലഭ്യമാണ്. ആ 3 പഞ്ചവത്സര പദ്ധതികൾ ഏതാണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഒത്തിരി ന്യൂനതകളുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതൊന്നും കൂടുതൽ നമുക്ക് നേടാൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമുക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ മുന്നോട്ടുള്ള വികസനത്തിന് ഒരു പ്ലാറ്റ്ഫോം, ഒരു അടിത്തറയേകി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ന് നമ്മൾ ലോകത്ത്, ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ സൂചിപ്പിച്ചു, ലോകത്ത് ഇന്ത്യൻ എക്കോണമി ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ആണ്. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എക്കണോമിക് ഗ്രോത്ത്, ഈ എക്കണോമിക് ഗ്രോത്തിന് ഇറ്റ് ഈസ് ബീൻ സപ്പോർട്ടഡ് ബൈ എ സ്ട്രോങ് പ്ലാറ്റ്ഫോം laid down by the various 5-year plans, especially the first 3. അങ്ങനെയാണ് ആദ്യത്തെ 3 ആ 5-year പ്ലാനാണ് നമ്മളുടെ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ 3 5-year പ്ലാൻസ് മാത്രമാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പിന്നീട് കൂടുതൽ വരുന്നെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ മുഖമുദ്ര മാറ്റിയെടുത്ത, അതിനെ പുത്തൻ ഉണർവേകിയ, അതിനെ യഥാർത്ഥ ദിശാബോധത്തോടെ എക്കോണമിയെ ചലിപ്പിച്ചു തുടങ്ങിയ 3 പഞ്ചവത്സര പദ്ധതികളായിരുന്നു. ഒന്നും 51 ഒന്നാം പദ്ധതി, 56 രണ്ടാം പദ്ധതി, 61 മൂന്നാം പദ്ധതി, അങ്ങനെ 3 പദ്ധതി. ഈ 3 പദ്ധതികൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 15 വർഷങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സമ്പദ്ഘടനയിൽ അതിൻ്റെ വളർച്ച എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചില പ്രത്യേക വാദഗതികളുണ്ടായി. അതിനെ സാമ്പത്തിക വിദഗ്ധർ അതിനെ കോൺട്രവേഴ്സീസ് എന്നാണ് പറയുന്നത്. കുറെ വാദഗതികളുണ്ടായി. അതായത് ഏത് മേഖലയിൽ കൂടി ചലിച്ചാൽ ഇന്ത്യൻ എക്കോണമിക്ക് വികാസം വരും. അന്ന് അതായത് പ്രധാനമായും 2 തരത്തിലാണ്, രണ്ട് കൂട്ടർ അവിടെ ഉണ്ടായിരുന്നത്. ചിലർ അതിനെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോകണമെന്ന് ഒരു വിഭാഗം പറഞ്ഞു. അതിനെ എതിർത്തവർ അല്ല, വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം ഒരു കൂട്ടർ കാർഷിക മേഖലയ്ക്ക് കൊടുത്താൽ ഇന്ത്യൻ എക്കോണമി ഫാസ്റ്റായിട്ട് വളരും, കാർഷിക GDP ലക്ഷ്യമാക്കി പോകണമെന്ന് പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മറുകൂട്ടർ വ്യാവസായിക മേഖലയിലേക്ക് പോകുന്നു. ഇതുപോലെ തന്നെ
മറ്റൊരു കൂട്ടർ ഒരു ഓപ്പൺ എക്കോണമി, മുതലാളിത്ത ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്കോണമി വേണം, ഫുൾ ഫ്ലഡ്ജ്ഡ് ക്യാപിറ്റലിസം ഉള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അമേരിക്കൻ മോഡലോ മറ്റോ ഉള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വേണമെന്ന് വാദിക്കുമ്പോൾ മറുഭാഗത്തുള്ളവർ അല്ല, ഒരു സോഷ്യലിസ്റ്റ് വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള എക്കോണമി വേണമെന്ന്. അപ്പം രണ്ട് വാദഗതികളായി. ഒന്ന് നമുക്ക് പറയാം, ഫസ്റ്റ് അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി, ആദ്യത്തെ തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സ്. രണ്ട് ക്യാപിറ്റലിസം വേഴ്സസ് സോഷ്യലിസം. ഇവിടെ നമ്മൾ അപ്പം ഈ രണ്ട് വാദഗതികളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഈ രണ്ട് വാദഗതികൾ മുന്നോട്ട് വെച്ചവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള നിഗമനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ കാർഷിക മേഖലയിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്നവർക്ക് അവരുടേതായിട്ടുള്ള ന്യായവാദങ്ങൾ ഉണ്ടായി. അവർ പറഞ്ഞ എന്താണ്, ഇന്ത്യൻ എക്കോണമി ഇന്ത്യ രാജ്യം ആത്യന്തികമായ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ പരമ്പരാഗതമായ കർഷകന്മാരാണ് ഇന്ത്യയുടെ അഭിമാനമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ പറയുന്ന അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഓരോ പിന്നെ നമ്മൾ പഠിക്കും. അങ്ങനെ അപ്പൊ ആ മേഖലയിൽ തന്നെ ഇന്ത്യ ഇത് ചലിക്കണം. കാർഷിക മേഖല, കാരണം ഇന്ത്യയെ പോലെ ഇത്രയും വലിയ ജനസംഖ്യയുള്ള, ഇത്രയും ഭൂവിസ്തൃതിയുള്ള രാജ്യത്ത്, ഇത്രയും കൃഷിഭൂമിയുള്ള രാജ്യത്ത് കാർഷിക മേഖല തന്നെ വേണമെന്ന് അവർ ശക്തമായി വാദിക്കുമ്പോൾ ആ കാർഷിക മേഖല പറ്റില്ല. ഇവിടെ ഒരു എക്കോണമി പൂർണ്ണമായ വളർച്ചയിലെത്തണമെങ്കിൽ അതിന്റെ അഗ്രികൾച്ചർ GDP അല്ല മുന്നിൽ വരേണ്ടത്, ഇൻഡസ്ട്രിയൽ GDP ആയിരിക്കണമെന്നാണ്. വ്യവസായവൽക്കരണം. അവർ ലോകത്ത് പല വെസ്റ്റേൺ ഡെമോക്രസീസിലെ വെസ്റ്റേൺ എക്കോണമീസ്, അമേരിക്ക, കാനഡ, അങ്ങനെയുള്ള ജർമ്മനി, അങ്ങനെയുള്ള എല്ലാ സമ്പദ്ഘടനകളും, ബ്രിട്ടൻ, അവർക്ക് സ്ട്രോങ് എക്കോണമി ആയത് എന്തുകൊണ്ടാണ്? ജപ്പാൻ ഉൾപ്പെടെ എന്താ, അവരെല്ലാം കൃഷി മാത്രമല്ല ആശ്രയിച്ച്, കൃഷിയേക്കാൾ അവർ കൂടുതൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വളരെ ഉന്നമനം നേടിയതെന്ന് അവർ പറഞ്ഞു. കൃഷിയെ എതിർത്തവർ പറഞ്ഞു. അതുമാത്രമല്ല വെന്നെയും പറഞ്ഞു, ഇന്ത്യ ഒരു എന്തെന്ന് പറഞ്ഞാല് ഇന്ത്യൻ കൃഷി, അടുത്ത പോയിന്റ് പറയുകയാണ്, ഇന്ത്യയിലെ കാർഷിക നമുക്ക് കൂടുതൽ ആശ്രയിക്കാൻ കഴിയില്ല. എന്താണ്? ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഈസ് സബ്ജക്റ്റഡ് ടു ദ ഗാംബ്ലിംഗ് ഓഫ് മൺസൂൺ. ആ വേർഡ് പറഞ്ഞു, ഗാംബ്ലിംഗ്, ചൂതാട്ടം എന്നാണ് മലയാളം. അതായത് മൺസൂൺ പെയ്താൽ മഴ അത് നമ്മുടെ ആരുടെയും കയ്യിലല്ല. ഇപ്പൊ കണ്ടില്ല നമ്മുടെ കേരളത്തിൽ അല്ലേ, മഴയുടെ അതിഭയങ്കരമായ പ്രശ്നമാണ്. അപ്പം അത് ചില സമയത്ത് മഴ ഇല്ലാതിരിക്കാം. അപ്പൊ നമുക്ക് വർഷകാലവും ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളും കാലവർഷവും ഇടവപ്പാതി എന്നൊക്കെ പറയുന്നുവെങ്കിലും അതിൽ മഴ പെയ്യാതിരിക്കാം, എന്നാൽ പ്രതീക്ഷിച്ചാൽ പെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ നമ്മൾ മഴ എപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല. നമുക്ക് എല്ലാ സമയത്തും മഴ വേണ്ട, മഴ വേണമ്പോൾ എന്നാൽ മഴ പെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ട് മഴയെ മാത്രം ആശ്രയിച്ചുള്ള എക്കോണമിയാണ് ഒരു കാർഷിക എക്കോണമി. അത് മൺസൂണിന്റെ ഗാംബ്ലിങ്ങിന്, ചൂതാട്ടത്തിന് വിധേയമാണ്. അത് റിസ്ക് ആണ്. അതൊരിക്കലും നമുക്ക് അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരു ഉറപ്പില്ലാത്ത ഒന്നാണ് ഒരു മൺസൂൺ ആശ്രയിച്ചുള്ള, അതാണ് ഒരു എന്ന് പറയുന്നത്. അതുമാത്രം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇന്ത്യയിലെ പോവർട്ടി, സൈക്കിൾ ഓഫ് പോവർട്ടി എന്നാണ് പറയുന്നത്. ഒരു സൈക്കിൾ ഓഫ് പോവർട്ടി എന്നൊരു പോയിന്റ് നമ്മളവിടെ പറയണം. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കർഷകൻ ദാരിദ്ര്യത്തിൽ ജനിക്കുന്നു, അതിൽ ജീവിക്കുന്നു, അവസാനം മരണത്തിൽ ദാരിദ്ര്യം അവനോടൊപ്പം പോകുന്നു. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആ പോവർട്ടി എലിവേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. നമ്മളിപ്പോ ഈ ഇത്രയും ഉന്നമനം നിൽക്കുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് പോലും നമ്മളിപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്കിടയിലുള്ള ജനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് മറക്കാൻ പാടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യത്തിന്റെ ക്ലച്ചസിൽ നിന്നും രാജ്യത്തിന് മോചനം കിട്ടാത്തത്? എന്തുകൊണ്ട്? നമ്മൾ കൃഷിയെ മാത്രം ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ വാദഗതി വരില്ല. അപ്പൊ ഇതെല്ലാം ഈ വാദഗതി മുൻനിർത്തിയാണ് വ്യാവസായിക ഉന്നമനത്തിന് വേണ്ടി വാദിക്കുന്നവർ പറഞ്ഞത്, ഇന്ത്യൻ എക്കോണമി ഷുഡ് ബി ആൻ എക്കോണമി ബേസ്ഡ് ഓൺ ഫുൾ ഫ്ലഡ്ജ്ഡ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ. ഒരു വ്യവസ്ഥാപിതമായ പൂർണ്ണമായ ഒരു കാർഷിക അതായത് വ്യാവസായിക രാജ്യം മാറണമെന്ന് പറയാൻ കാര്യം. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഒരു ഭാഗത്ത്. അപ്പൊ ഈ രണ്ട് വാദങ്ങൾ പറയണം. ആദ്യം കൃഷി സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് പറയണം,
അതിനെ വ്യവസായ രണ്ടു കൂട്ടരും ഈ വാദഗതി ഉയർത്തി. ചില ആൾക്കാര് കാർഷിക മേഖലയെ മുൻനിർത്തി സംസാരിച്ചു, മറുകൂട്ടർ അതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യവസായ മേഖലയെ പിന്താങ്ങി സംസാരിച്ചു. ഇതുപോലെ തന്നെ മറ്റു രണ്ടു കൂട്ടരും വിവാദങ്ങളുമായി വന്നു. അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി. ഇന്ത്യയിൽ ക്യാപിറ്റലിസം വേണമോ സോഷ്യലിസം വേണമോ എന്നുള്ള അടുത്ത. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കോൺട്രവേഴ്സി. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി, ഒരു വാദഗതി, ഒരു സംഘർഷം, തർക്കം ഒന്ന്. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് എക്കോണമി വേണമോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വേണോ എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വേണോ എന്നുള്ളവര് അവർക്ക് അവിടെ ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ടായി. കാരണം ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് ആണ്, കോമ്പറ്റീറ്റീവ് എക്കോണമീസ് ആണ്. അവിടെ അതെന്ന് പറയുക കൺസ്യൂമർ ഇസ് ദ കിങ് എന്നൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ അവിടെ പ്രൈവറ്റ് സെക്ടറിന് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും പൂർണ്ണമായും നമ്മുടെ സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്താൽ അവർ വളരെ തന്മയീഭാവത്തോടെ വളരെ ആത്മാർത്ഥതയോടെ സാമ്പത്തിക മേഖലയെ അവർ കൈകാര്യം ചെയ്ത് ആ രാജ്യത്തിലെ എല്ലാവരും അവരുടെ എഫേർട്ട് രാജ്യ സമ്പദ്ഘടനയുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും സമ്പദ്ഘടന തഴച്ചു വളരുകയും ചെയ്യുമെന്ന് അങ്ങനെയുള്ള ക്യാപിറ്റലിസം ആവശ്യപ്പെട്ടു. അപ്പം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിട്ട് നമ്മൾ മാറിയാൽ നമ്മുടെ രാജ്യത്ത് ഫാസ്റ്റസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് കിട്ടുമെന്നാണ് ഇക്കൂട്ടർ വാദിച്ചത്. ഇതിനെ എതിർത്തുകൊണ്ട് സോഷ്യലിസ്റ്റ് വാദഗതിക്കാർ പറഞ്ഞു, നിങ്ങൾ മനുഷ്യത്വരഹിതമായ സംസാരിക്കുന്നത്. കാരണം ഒരു ഫുൾ ഫ്ലഡ്ജഡ് ക്യാപിറ്റലിസം നമ്മുടെ രാജ്യത്ത് അഴിച്ചുവിട്ടാൽ, ക്യാപിറ്റലിസം എന്ന ഭൂതത്തെ അഴിച്ചുവിട്ടാൽ പാവപ്പെട്ടവന്റെ ഉള്ളവൻ ഉള്ളതിലേക്ക് പോകും, ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലായ്മയിലേക്ക് വരും, അല്ലെ? അപ്പൊ എല്ലാ ജനങ്ങൾക്കും ക്ഷേമവും അവരുടെ എന്താ പറയുക ക്ഷേമവും ഐശ്വര്യമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഒരിക്കലും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കയറൂരി വിടരുത്. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥ ഇന്ത്യക്ക് ആശാവഹമല്ല. മറ്റു രാജ്യങ്ങളിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ അവിടെ അവർ മുതലാളിത്തത്തെ വളർത്തിയെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ, ഇവിടെ ഒത്തിരി പാവപ്പെട്ടവർ, കാരണം ഇന്ത്യയിൽ നമ്മൾ മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ ഒരു സാമ്പത്തിക ഒന്ന് വിശകലനം ചെയ്താൽ മുതലാളിത്തം വളരെ ചുരുക്കം പേരിൽ മാത്രമേ ഇന്ത്യയിൽ സമ്പന്നരായിട്ടുള്ളൂ. അപ്പം അവരുടെ പൂർണ്ണമായി എല്ലാം അവർക്ക് വിട്ടുകൊടുത്താൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ അവരുടെ കയ്യിൽ ഒതുങ്ങും. ഈ തൊഴിലാളികൾ അടിമകളായി മാറും. അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളായ ആരോഗ്യം, തൊഴില്, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകില്ല. അവർ ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടി മുതലാളിയുടെ മുന്നിൽ യാചിച്ചു നിൽക്കേണ്ട അതിരൂക്ഷമായ ഒരു ഗൾഫ്, ഒരു അകൽച്ച ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഉണ്ടാകുകയും അത് രാജ്യത്തിലെ നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന സാമൂഹ്യ നീതിയെ തകിടം മറിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിക്കലും മുതലാളിത്തം പാടില്ല, ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് എക്കോണമി വേണമെന്ന് മറുകൂട്ടം. അപ്പൊ രണ്ട് സെറ്റ് ഓഫ് കോൺട്രവേഴ്സീസ് ആണ്. ഒന്നാമത്തെ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ കൃഷി വേണമോ, കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണമോ, വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കണമോ? ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. കൃഷിയെ വാദിച്ചവർക്ക് അവരുടേതായ ന്യായഗതികൾ ഉണ്ടായിരുന്നു, വ്യവസായത്തിന് വേണ്ടി വാദിച്ചവർക്ക് അവരുടേതായ ന്യായഗതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിട്ട് ഇന്ത്യ മാറണമോ സോഷ്യലിസ്റ്റ് എക്കോണമിയായി മാറണമെന്നോ എന്നതിനെ കുറിച്ചും തർക്കങ്ങൾ ഉണ്ടായി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഒരു ഫുൾ ഫ്ലഡ്ജഡ് ക്യാപിറ്റലിസത്തിന്റെ എല്ലാ മെരിറ്റുകളും എടുത്തുകാട്ടി, ഉദാഹരണങ്ങൾ ഉയർത്തിക്കാട്ടി, ഇന്ത്യ എന്ന് ക്യാപിറ്റലിസ്റ്റ് ആകുന്നുവോ അന്ന് ഇന്ത്യൻ എക്കോണമി രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ഫ്ലഡ്ജഡ് ക്യാപിറ്റലിസത്തിലേക്ക് ചില രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്താങ്ങി. തുടക്കത്തിൽ സ്വതന്ത്ര പാർട്ടിയും പിന്നീട് ഒരളവ് വരെ കോൺഗ്രസിന്റെ എക്കോണമി പോളിസിയൊക്കെ ഒരളവ് വരെ അതിനെ സഹായിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളൊക്കെ ആ മുതലാളിത്തവാദത്തെ എതിർക്കുകയും അവരുടെ നിലപാട് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിലേക്ക് വരും. അങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, അപ്പൊ ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ട് നമ്മൾ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയായി. അപ്പൊ സോഷ്യലിസ്റ്റ് എക്കോണമി ആകണമോ അതോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണോ? ഇത് ഇവരും മറ്റൊരു വാദം. അപ്പൊ ഓരോ വാദഗതി മുന്നോട്ട് വെക്കുന്നവർക്ക് അവർ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓരോ പോയിന്റുകളും വെക്കുകയാണ്.
ഇതുകൊണ്ട് ഞങ്ങൾ ക്യാപിറ്റലിസം സപ്പോർട്ട് ചെയ്യുന്നു, ഇതുകൊണ്ട് ഞങ്ങൾ കൃഷി വേണമെന്ന് പറയുന്നു, ഇതുകൊണ്ട് ഞങ്ങൾ വ്യവസായം വേണമെന്ന് പറയുന്നു, ഇതുകൊണ്ട് ഞങ്ങൾ എന്തെന്ന് മുതലാളിത്തം വേണം അല്ലെങ്കിൽ സോഷ്യലിസം വേണമെന്ന് പറയും. അങ്ങനെ അതെല്ലാം കൂടെ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ ഇത്തരം വാദഗതികളെ രണ്ടായി തിരിക്കും. അതായത് ഈ വാദഗതികൾ ഇന്ത്യൻ എക്കോണമിയിൽ പ്രകടമായത് 1960-കളിലാണ്. കാരണം 60-കളിലാണ് നമ്മുടെ എക്കോണമിയുടെ ഡെവലപ്മെന്റ് രണ്ടാം സ്റ്റേജ് ആരംഭിക്കുന്നത്. കാര്യം ആദ്യത്തെ 3 സ്റ്റേജിൽ നമ്മൾ ഒരു വേള നമുക്കറിയാലോ, ഒരു വേള നമ്മൾ ഒന്നാം പദ്ധതിയിൽ കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയി, അതിനെ നടത്തി, ചില ന്യൂനതകൾ കണ്ടെത്തി. രണ്ടാം പദ്ധതിയിൽ നമ്മൾ വ്യവസായ മേഖലയെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. മൂന്നാം പദ്ധതി സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ കൊടുക്കാൻ നോക്കി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒന്ന് വിശകലനം ചെയ്തപ്പോഴാണ് ഇന്ത്യയിൽ ഇന്ത്യൻ എക്കോണമിയിൽ 2 തരത്തിലുള്ള വാദഗതിക്കാർ. ആദ്യത്തെ വാദഗതിക്കാർ കൃഷിക്ക് വേണ്ടി വാദിച്ച ഒരു കൂട്ടർ, വ്യവസായത്തിന് വാദിച്ച മറുകൂട്ടർ. അടുത്തത് ഇന്ത്യയിൽ സോഷ്യലിസം വേണമെന്ന് വാദിച്ച ഒരു കൂട്ടർ, അല്ല ക്യാപിറ്റലിസം വേണമെന്ന് വാദിച്ചവർ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ആ എക്കണോമിക് സിസ്റ്റംസിൽ ക്യാപിറ്റലിസം വേണോ സോഷ്യലിസം വേണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റു, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ സാമൂഹ്യ നീതിയും ജനങ്ങൾ അതായത് പാവപ്പെട്ടവന്റെ മനസ്സ് വായിക്കാനും പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം, എന്നാൽ അതിനോടൊപ്പം തന്നെ ക്യാപിറ്റലിസം വയ്ക്കുന്ന ഇൻഡസ്ട്രിയലൈസ്ഡ് ഫാസ്റ്റ് ഗ്രോയിങ് ഇക്കണോമിക് ഗ്രോത്ത്, കോമ്പറ്റേറ്റീവ് എക്കണോമിക് ഗ്രോത്ത്, അതും വേണം. ഇത് രണ്ടും വേണം. എന്ന് വെച്ചാൽ ക്യാപിറ്റലിസത്തിന്റെ ചില മെരിറ്റുകളുണ്ട്, അത് തള്ളിക്കളയാൻ ആദ്യത്തെ നെഹ്റുവിന്റെ ഗവൺമെന്റിന് പണ്ഡിറ്റ് തയ്യാറായില്ല. എന്നാൽ സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ നീതി തള്ളിക്കളയാൻ സാധിച്ചില്ല. അപ്പൊ സാമൂഹ്യ നീതിയും നമുക്ക് വേണം, അതുപോലെ ക്യാപിറ്റലിസത്തിന്റെ മെരിറ്റായ ഫാസ്റ്റസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്, ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്കണോമിക് ഗ്രോത്ത്, വ്യക്തികൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെയും കൂടി സമ്പദ്ഘടനയുടെ സൃഷ്ടിക്ക് അവരെയും കൂടി ഭാഗവാക്കുകളാക്കിക്കൊണ്ട് അവരുടെയും കൂടി സഹായം നേടിക്കൊണ്ട് സംഭാവന സ്വീകരിച്ചുകൊണ്ട് അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക വികസനമാണ് പണ്ഡിറ്റ് നെഹ്റു ലക്ഷ്യം കണ്ടത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെ മെരിറ്റായ ആ ഒരു ഇനീഷ്യേറ്റീവും ഹാർഡ് വർക്കും അതുപോലെ സോഷ്യലിസത്തിന്റെ മെരിറ്റായ സാമൂഹ്യ നീതി, ഇത് രണ്ടും ചേരുന്ന ഒരു മിക്സഡ് സമ്പദ് വ്യവസ്ഥ. അതാണ് നമ്മളെ ഇന്ത്യൻ എക്കോണമി മിക്സഡ് എക്കോണമിയാണെന്ന് നിങ്ങൾ എക്കണോമിക്സൊക്കെ പഠിച്ചിരിക്കും. അപ്പൊ ഇന്ത്യൻ എക്കോണമി മിക്സഡ് എക്കോണമി എന്ന് ആയത് ഈ കാരണത്താലാണ്. കാര്യം നെഹ്റു എന്ന് പറയുന്ന അദ്ദേഹം ഒരു വളരെയധികം ചിന്താശക്തിയുള്ള വളരെ ഇന്റലക്ച്വൽ പ്രോഡിജി തന്നെയായിരുന്നു. ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിച്ച നേതാവ് തന്നെയായിരുന്നു പണ്ഡിറ്റ് നെഹ്റു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇത് രണ്ടു കൂട്ടരും ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നതിലും കഴമ്പുണ്ട്, സോഷ്യലിസ്റ്റുകൾ പറയുന്ന സാമൂഹ്യ നീതി അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചു. അത് വേണം. കാരണം സ്വത്ത് ഒരിക്കലും ഒരു വിഭാഗം ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാരന് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രി, അവന്റെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ പാവപ്പെട്ടവന് നിഷേധിക്കാൻ പാടില്ല. അതിന് ഗവൺമെന്റ് ഉറപ്പുവരുത്തണമെന്ന് ആ ഒരു വെൽഫെയർ സിസ്റ്റത്തിലേക്ക് ആ രീതിയിൽ സോഷ്യലിസ്റ്റ് എക്കോണമി അദ്ദേഹം പിന്താങ്ങി. എന്നാൽ ഒരു രാജ്യത്തിന്റെ വ്യക്തികളെ കൂടി സമ്പദ്ഘടനയുടെ വികസനത്തിൽ ഭാഗവാക്കുകൾ അവരെ പൂർണ്ണമായും ഒഴിവാക്കുകയല്ല. യഥാർത്ഥ സോഷ്യലിസം പറയുന്ന വ്യക്തികളെ ഒരു കാരണവശാലും അവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പാടില്ല എന്നുള്ളതാണ്, എല്ലാം പബ്ലിക് ആയിരിക്കണം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അതിന് വ്യക്തികളുടെ പൂർണ്ണമായും രാജ്യത്തിന്റെ വികസന പദ്ധതികളിൽ നിന്ന് വ്യക്തികളെ മാറ്റി നിർത്തുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല. അപ്പം വ്യക്തികളുടെ സംഭാവനയും എന്നാൽ സാമൂഹ്യ നീതിയും ചേർന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് പണ്ഡിറ്റ് നെഹ്റു പച്ചക്കൊടി വീശിയത്. അങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമി ഒരു മിക്സഡ് എക്കോണമി. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് അത് കഴിഞ്ഞ് നെഹ്റുവിന്റെ 1964 അദ്ദേഹം മരിക്കുന്നു, പണ്ഡിറ്റ് നെഹ്റു മരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ മകളായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് അത് കഴിഞ്ഞ് ഇന്ത്യയിൽ പ്രതിപക്ഷങ്ങൾ അധികാരത്തിൽ വന്നു തുടങ്ങി. ഇന്ദിരാഗാന്ധി, ജനതാ ഗവൺമെന്റ്, അതൊക്കെ അങ്ങോട്ട് പഠിക്കും. അങ്ങനെ പിന്നെ പല ഗവൺമെന്റുകൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. ആ ഗവൺമെന്റുകളെല്ലാം മാറി വന്ന എല്ലാ ഗവൺമെന്റുകളും ഇന്ത്യൻ എക്കോണമിയിൽ അതിൻ്റെ മാറ്റങ്ങൾ വരും. ഏറ്റവും പ്രധാനമായിട്ട് 1980-കളിൽ ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ഷാർപ്പ് ടേണിംഗ് ഉണ്ടായി. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയാകുന്നു.
അദ്ദേഹത്തിന്റെ അക്കാലത്ത് പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു, കോൺഗ്രസ് മന്ത്രിസഭ, അദ്ദേഹം നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്കണോമിക് റിഫോംസ് ഏർപ്പെടുത്തി. ആ എക്കണോമിക് റിഫോംസ് അന്ന് പിന്നെ അങ്ങോട്ടുള്ള ഓരോ ഗവൺമെന്റ് കാലഘട്ടത്തും വ്യാപ്തി കൂടിക്കൂടി വരികയും ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടാം NDA ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വളരെ വ്യാപകമായ രീതിയിലുള്ള പ്രൈവറ്റൈസേഷനും ഡിസ്ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ഒരു സോഷ്യലിസത്തിൽ നിന്നും ഇതിലേക്കുള്ള ഒരു കോർപ്പറേറ്റിസത്തിലേക്ക് ഒരു എക്കോണമി നമ്മുടെ ദേശത്തേക്ക് പോവുകയാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്കോണമി, ഫുൾ ഫ്ലഡ്ജ്ഡ് കോമ്പറ്റീറ്റീവ് എക്കോണമി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ എക്കോണമി. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഈ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കുന്ന ഇന്ത്യൻ എക്കോണമി ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഇന്ത്യൻ എക്കോണമിയിൽ ചില പ്രധാനപ്പെട്ട തർക്കങ്ങൾ ഉടലെടുത്തു, ചില പ്രത്യേക വാദഗതികൾ എടുത്തു. അതാണ് ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. സോഷ്യലിസ്റ്റ് എക്കോണമി, അതായത് ഇന്ത്യയിലെ വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. അവർക്ക് അവരുടേതായ ന്യായവാദങ്ങളുണ്ടായി. ഇല്ല, കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ഇരുകൂട്ടരും വാദഗതി നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ മറുഭാഗത്ത് ഇന്ത്യയിലെ ഒരു മുതലാളിത്ത സമ്പദ് ഘടന കെട്ടിപ്പടുക്കണമെന്ന് വാദിക്കുന്നു. അപ്പുറത്ത് അല്ല, സോഷ്യലിസം വേണമെന്ന് വാദിക്കുന്നു. അവർക്കും അവരുടേതായിട്ടുള്ള ന്യായവാദങ്ങളുണ്ട്. ആ ന്യായവാദങ്ങളാണ് നമ്മളിവിടെ പരീക്ഷയ്ക്ക് എക്സാം പോയിന്റ് ഇതിൽ പ്രധാനം. അത് നമ്മൾ ഓരോന്നും പോയിന്റ് ചെയ്ത് വെക്കുക. അവസാനം നെഹ്റുവിന്റെ കാലത്ത് നമ്മൾ തീരുമാനിച്ചു ഇന്ത്യൻ എക്കോണമിയുടെ ഏതാണ്ട് സോഷ്യലിസം, അതായത് മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രത്യേകതയായ ആ ഒരു എന്റർപ്രണർഷിപ്പ്, സ്വകാര്യ വ്യക്തികളെ സമ്പദ്ഘടനയുടെ ഭാഗമാക്കി അവരെയും കൂടി സംഭാവന സ്വീകരിച്ചുകൊണ്ടുള്ള സാമ്പത്തിക വികസനം എന്ന മുതലാളിത്ത ആശയവും, സാമൂഹ്യ നീതി, ദാരിദ്ര്യം, പട്ടിണി, വിദ്യാഭ്യാസം, ഇതൊക്കെ ദാരിദ്ര്യം ഒഴിവാക്കി, പട്ടിണി ഒഴിവാക്കി, വിദ്യാഭ്യാസവും ആരോഗ്യവും അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് പാവങ്ങളെ കൂടി ചേർത്തുള്ള സാമൂഹ്യ നിർദ്ദിഷ്ടമായ സോഷ്യലിസ്റ്റ് എക്കോണമി, ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് നമ്മൾ രൂപം കൊടുത്തത്. പിൽക്കാലത്ത് 1980 വന്നപ്പോഴേക്കും ഇന്ത്യയിലെ എക്കണോമിക് റിഫോംസ് നടപ്പിലാക്കി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ അന്ന് മുതൽ ഇന്ത്യൻ എക്കോണമി വീണ്ടും ഈ സോഷ്യലിസത്തിൽ നിന്നും വളരെ മാറി ഇപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ടൊരു കോർപ്പറേറ്റ് എക്കോണമിയിലേക്ക്, ഒരു ഫുൾ ഫ്ലഡ്ജഡ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കേൾക്കുക. പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരം വരുന്നത്. എല്ലാവർക്കും നന്ദി.